കണ്ണൂരിൽ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വന്ന ടി.കെ. ഗോവിന്ദനെ പുറത്താക്കി സി.പി.ഐ. സംസ്ഥാന കമ്മിറ്റി അംഗീകാരത്തോടെയാണ് പുറത്താക്കിയത്. ഗോവിന്ദന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ വൈകിട്ട് മലപ്പട്ടത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരും. അർഹതയിൽ കൂടുതൽ പദവി ലഭിച്ചയാളാണ് ടി.കെ. ഗോവിന്ദനെന്നും യു.ഡി.എഫുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചന കാണിക്കുകയാണെന്നും എം.വി. ജയരാജൻ പ്രതികരിച്ചു. മലപ്പട്ടത്ത് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം മലപ്പട്ടത്തെ ജനങ്ങൾ മുഴുവൻ അപമാനിക്കുന്നതായിരുന്നു. അതിനെതിരെ ഒരു ആത്മാഭിമാന സദസ്സ് മലപ്പട്ടത്ത് നടത്തി. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന പ്രതിപക്ഷ നേതാവ് അപമാനിച്ച, മലപ്പട്ടത്തെ ജനങ്ങളെ അപമാനിച്ച ആ പ്രശ്നത്തിൽ അന്ന് ആത്മാഭിമാന സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് അതേ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരോടൊപ്പമാണ് ചേർന്ന് അപമാനിതനായി നിൽക്കുന്നത്. വാർത്താ സമ്മേളനം നടത്തി പാർട്ടി വിരുദ്ധ പ്രചാരണം നടത്തിയതിനെ തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ ടി.കെ. ഗോവിന്ദനെ പുറത്താക്കിയതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വ്യക്തമാക്കി. ടി.കെ. ഗോവിന്ദൻ പറയുന്നത് പച്ചക്കള്ളമെന്നും രാഗേഷ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും യു.ഡി.എഫിന്റെ പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദൻ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ. നിഖിൽ, അങ്ങനെ കണ്ണൂരിലെ കലാപക്കൊടി ഏറെക്കുറെ തണുത്തു കഴിഞ്ഞു. ടി.കെ. ഗോവിന്ദനെ പുറത്താക്കിയിരിക്കുന്നു സി.പി.ഐ. ഇന്നിപ്പോൾ എം.വി. ജയരാജനായാലും കെ രാഗേഷായാലും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ടി.കെ. ഗോവിന്ദനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇനിയിപ്പോൾ വൈകിട്ട് മലപ്പട്ടത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം കൂടി ചേരും. അതിലും വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവരങ്ങൾ സമഗ്രമായി പറയാം. ഏതായാലും ഇന്നലെയാണ് ഈ ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിടുകയാണ് എന്ന് പറഞ്ഞത്. 60 വർഷത്തെ പാർട്ടി ബന്ധം വിച്ഛേദിക്കാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത് തളിപ്പറമ്പിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു. എം.വി. ഗോവിന്ദന്റെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ എം.എൽ.എ. ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അതുകൊണ്ടാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടിയുടെ സംഘടനാ രീതികളെല്ലാം തന്നെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനൊപ്പം തന്നെ ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജൻ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പി.കെ. ശ്യാമളയ്ക്കും എം.വി. ഗോവിന്ദനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും സി.പി.ഐ.എം ഇപ്പോൾ അതിനെ കടുത്ത സംഘടനാ വിരുദ്ധ നടപടി ആയി തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ടി.കെ. ഗോവിന്ദനെ പുറത്താക്കുക എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദനെ ഇപ്പോൾ സി.പി.ഐ.എം പുറത്താക്കിയിരിക്കുന്നത്. വർഗവഞ്ചകനാണ് ടി.കെ. ഗോവിന്ദൻ എന്ന് ആവർത്തിച്ച് പറയുകയാണ് എം.വി. ജയരാജൻ ചെയ്തത്. കെ രാഗേഷ് ആണെങ്കിൽ ഈ യു.ഡി.എഫിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം ടി.കെ. ഗോവിന്ദൻ നടത്തിയത്. ടി.കെ. ഗോവിന്ദന് ഇങ്ങനെയൊരു പാർലമെന്ററി മോഹമുള്ള കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയാവുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതായാലും ടി.കെ. ഗോവിന്ദനെ പുറത്താക്കാനുള്ള തീരുമാനം സി.പി.ഐ.എം എടുത്തിരിക്കുന്നു. ഇന്ന് വൈകിട്ട് മലപ്പട്ടത്ത് ടി.കെ. ഗോവിന്ദന്റെ നാട്ടിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം കൂടി സി.പി.ഐ.എം സംഘടിപ്പിച്ചിട്ടുണ്ട്. എം.വി. ജയരാജനും കെ രാഗേഷും ആ പരിപാടിയിൽ സംസാരിക്കും. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.